പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ വൈകവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഈ കർത്തൃപകൽ, ഈ വർഷത്തിൻ്റെ ആദ്യത്തെ കർത്തൃദിനമായ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വിവിധ സഭകളിൽ ഒന്നിച്ച് അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ കൃപയും മഹത്വവും പ്രാപിപ്പാൻ ദൈവം ഇടയാക്കിയ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് ദീർഘദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും പ്ലാനിടുകയും ചെയ്തനുസരിച്ചുള്ള ഉണർവ് 2024 എന്ന സുവിശേഷ മഹായോഗങ്ങളുടെ ഹല്ലേലൂയ ആരംഭ സമയത്തേക്ക് ഞങ്ങൾ ഈ പന്തലിൽ ഒന്നിച്ച് കൂടി വന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്നിവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ മഹായോഗം ഏറെ അനുഗ്രഹമായി തീരുവാൻ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള ഓരോ മീറ്റിങ്ങുകളും ഓരോ പ്രോഗ്രാമുകളും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഗാന ശുശ്രൂഷകളും പ്രാർത്ഥനകളും എല്ലാം അഭംഗരം നടത്തിയെടുക്കുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി പകരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ, നിന്നെ പുകഴ്ത്താൻ എന്നതരങ്ങൾ തുറക്കുന്നിതാ. നിന്നെ സ്തുതിപ്പാൻ, നിന്നെ പുകഴ്ത്താൻ എന്നതരങ്ങൾ തുറക്കുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ, നിന്നെ പുകഴ്ത്താൻ എന്നതരങ്ങൾ തുറക്കുന്നിതാ. നിന്നെ സ്തുതിപ്പാൻ, നിന്നെ പുകഴ്ത്താൻ എന്നതരങ്ങൾ തുറക്കുന്നിതാ.
സറാഫുകൾ ദുരരിവർ കെരൂബുകൾ സറാഫുകൾ ദുരരിവർ സ്വർണ്ണകാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ സ്വർണ്ണകാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ അവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായ യുവജനങ്ങൾക്ക് ആവേശം പകരുന്ന മ്യൂസിക് ടീമാണ് ഷെൽഡൻ ബംഗാരയാൻ ടീം. പ്രിയപ്പെട്ടവർ ഗാനങ്ങൾ ആലപിക്കുവാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസ്ഥലിരുന്നാട്ട്. La 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 जय बोलो यीशु मसीहा की जय बोलो जय बोलो यीशु मसीहा की जय बोलो जय बोलो यीशु मसीहा की जय बोलो जय बोलो यीशु मसीहा की जय बोलो. Come on, Kerala, Thalia! ये जीवन है तेरा प्रभु जी तू ही राज करे हो तेरी मर्जी ये जीवन है तेरा प्रभु जी तू ही राज करे हो तेरी मर्जी संग तेरे हम गाते जाए आए मुसीबत मुस्कुराए संग तेरे हम गाते जाए आए मुसीबत मुस्कुराए तेरे भवन में आनंद की भरपूर हो यीशु की संग तो जीवन में संतुष्टि है ഹല്ലേലൂയ. അവൻ ദാവീദ് ഗോത്രത്തിലെ സിംഹമാണെങ്കിൽ वो इज़राइल के गोत्र के शेर होने से അവന്റെ സിംഹകുട്ടികളായ സെൻട്രൽ പാസ്റ്റർമാരും പാസ്റ്റർമാരും വിശ്വാസികളും ആരെയും പേടിക്കുമോ? हम भी शेर के बच्चे हैं तो हम क्यों डरे ആരെങ്കിലും പേടിക്കുമോ? हम किसी से डरना है ആരെയും പേടിക്കുവാനില്ല. हमें किसी से डरने की जरूरत നമുക്ക് नहीं അധികാരം है തന്ന യേശുവിനായി കരം ഉയർത്തി ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. आइए हमारे हाथों को उठा के हम परमेश्वर को महिमा दे ഹല്ലേലൂയ. ശക്തമായ ഉണർവ് ഇവാൻ റോബർട്ട്സിന്റെ കാലത്ത് ദൈവം മേഴ്സിലയക്കുവാനായിട്ട് ഇടയായി. और बड़ी बेदारी परमेश्वर इन दिनों में हमारे बीच में भेजे പിന്നീട് കാലത്ത് ദൈവം അമേരിക്കയിൽ അതിശക്തമായി ഉണർവ് വയ്ക്കുവാനായിട്ട് ഇടയായി. हम जानते हैं अमेरिका में परमेश्वर ने एक बड़ी बेदारी भेजा ജോൺ വെസ്ലിയുടെ കാലത്ത് ഇംഗ്ലണ്ടിൽ അതിശക്തമായി ഉണർവുണ്ടാകുവാനായിട്ട് ഇടയായി. जॉन वेस्ली के समय में एक बड़ी बेदारी आए थे ജോൺ നോക്സിന്റെ കാലത്ത് സ്കോട്ട്ലൻഡിന് വലിയ ഉണർവുണ്ടാകുവാനിടയായി. जॉन नॉक्स के समय में एक बड़ी बेदारी आए थे ജോൺ ഹൈഡ് എന്നായ ഒരു ചിക്കാഗോക്കാരന്റെ കാലത്ത് പഞ്ചാബിൽ അതിശക്തമായി ഉണർവുണ്ടാകുവാനിടയായി. जॉन हाइड पंजाब में आने के कारण से पंजाब में एक बड़ी बेदारी हुआ പണ്ഡിറ്റ് രമാബായി മുഖാന്തരം പൂനായിൽ അതിശക്തമായി ഉണർവുണ്ടാകുവാനിടയായി. पंडित रामाभाई के लिए उस समय में एक बड़ी बेदारी उस जगह में होने प्रभु ने सहायता ശ്രീലങ്കയിൽ किया। പാസ്റ്റർ പോൾ കൂടെ അതിശക്തമായി ഉണർവുണ്ടാകുവാനിടയായി. श्रीलंका में परमेश्वर एक बड़ी बेदारी पास्टरों के द्वारा हुआ ഏകനായി പോരാടിയ ഏരിയ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി. हम जानते हैं कि इलाइजा के द्वारा
परमेश्वर ने एक बड़ी बेदारी इज़राइल में भेजे। ഏകനായി നിന്നായ ഏലിശായി കൂടെ ആത്മാവിന് ഇരട്ടി ശക്തി വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായി. परमेश्वर एलिशा के द्वारा दोगुना सामर्थ को वहां प्रकट होने के लिए सहायता किया। കേരളത്തിൽ വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചുവല്ലോ. इन दिनों में एक बड़ी बेदारी परमेश्वर हमारे बीच में भेजे। അമേരിക്കയിൽ അതിശക്തമായ ഉണർവ് ഫെബ്രുവരി മാസം ഉളവാകുവാനായിട്ട് ഇടയായി. हम जानते हैं कि अमेरिका में फिलहाल में एक बड़ी बेदारी परमेश्वर ने भेजा। ആ ഉണർവിൽ ലക്ഷങ്ങളാണ് ഓടിക്കൊടുവാനിടയായത്. हम जानते हैं वहां हजार लाखों लोग वहां दौड़ के पहुंचे। മണിക്കൂറുകൾ അവർ പുറത്തു നിൽക്കേണ്ടി വന്നു ആ ഉണർവിൽ സംബന്ധിക്കുവാനായിട്ട്. वो लोग उस बेदारी में भाग लेने के लिए अनेक जगहों से वहां जुड़ गए। ഇന്ന് പബ്ലിക്കായിട്ട് വലിയൊരു മീറ്റിംഗ് അവിടെ നടക്കുവാൻ കഴിയുന്നില്ലെങ്കിലും वहां पे अनेक लोग आने के कारण से उन लोग को അവിടെ आने से रोकना പൊട്ടിപ്പുറപ്പെട്ടതായ पड़ा। അഭിഷേകം അമേരിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അലറാടിക്കൊണ്ടിരിക്കുകയാണ്. इन दिनों में वहां होने की बेदारी अमेरिका के कोने कोने में हम बेदारी देख पा रहे हैं। വിശ്വസിച്ചവരുടെ ഏക മനസ്സുള്ളവരായി യേശുവിനോട് നിന്നതിന് ഫലമായി हम लोग एक मन और एक चित बन के परमेश्वर के सम्मुख में जुड़ जाएं। ആമീൻ. ഏക ഹൃദയമുള്ളവരായി एक मन के साथ ഏക ആത്മാവിലെ ദൈവത്തെ ആരാധന ഫലമായി एक आत्मा के द्वारा परमेश्वर को आराधना करते हुए അത്ഭുതങ്ങളും അടയാളങ്ങളും നടപ്പാനിടയായി. चिन्ह और चमत्कार हमारे बीच में हो जाए। 2020-2021 കോവിഡിന്റെ വലിയ സമയമായിരുന്നല്ലോ. हम जानते हैं कि 2020-22 में कोविड के बड़ी परेशानियां थे। പുറത്തു പോകുവാൻ കഴിയാത്തൊരവസ്ഥ. बाहर जा नहीं सकते थे उस समय। എന്നാൽ ആ കാലത്തും ദൈവം തന്റെ കരം നീട്ടുവാനിടയായി. परमेश्वर उन समयों में भी उनके हाथ को हमारे लिए बढ़ाएं। പഞ്ചാബികളായ ഞങ്ങൾ അവിടെ ഇവിടങ്ങളിൽ ഇരുന്ന് പൊട്ടിക്കരയുവാനിടയായി. उस समय में पंजाब में बहुत लोग तौबा किया और अनेक लोग प्रार्थना करने लग गया। ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ചില പ്രിയപ്പെട്ടവർ ഗുരുദാസ്പൂരിൽ നിന്ന് എന്നെ വിളിച്ചു. और उस प्रार्थना के बीच में गुरदासपुर से कुछ पास्टर्स ने मुझे बुलाया। എന്നോട് ഇപ്രകാരം പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് പഞ്ചാബിൽ ഒരു വലിയ പ്രാർത്ഥന സമ്മേളനം നടക്കണം. और उन्होंने कहा कि हमें पंजाब में एक बड़ी प्रार्थना सम्मेलन रखना है। ഞാൻ പറഞ്ഞു നടത്താം. ബില്ലിഗ്രാം പറഞ്ഞ പോലെ പ്രാർത്ഥന 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 ഒന്ന് മാത്രം പഞ്ചാബിൽ നേടുവാനായിട്ട് കഴിയുള്ളൂ. हम रख सकते हैं। मैंने कहा बिलीग्राम कहते हैं प्रार्थना प्रार्थना ही दुनिया को जीत पाएंगे। അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ പ്രയർ ഫെലോഷിപ്പ് ആരംഭിക്കാനിടയായി. और उस समय में हमने पंजाब प्रेयर फेलोशिप को उस दिन शुरू किया। പട്ടണം തോറും ഗ്രാമങ്ങൾ തോറും ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം ഇങ്ങനെ ഒരു നിയോഗം ഞങ്ങൾക്ക് തീരുമാനിട്ടിടയായി. हम शहर में पिंड में जाके प्रार्थना को आगे बढ़ाएं। ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. मैं विश्वास करता हूं। ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരം. परमेश्वर की जन मिल के आके रहने का कितना आनंद है। പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായി തീരണമേ. यीशु कहते हैं हम जैसे एक है ये भी हमारे साथ एक हो जाए। നാം ഒന്നായി തീർന്നാൽ हम एक हो जाने से വലിയ കാണാൻ പോവുകയാണ്.
തുടർന്ന് ഈ യോഗങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഭാഗത്തേക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള സമയത്തേക്ക് നാം എത്തിച്ചേരുകയാണ്. 2 ദൈവദാസന്മാരാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. അതിൽ പ്രാരംഭമായി ന്യൂ ഇന്ത്യ ചച്ചക്കോട് സഭകളുടെ ജനറൽ പ്രസിഡന്റും പവർ വിഷന്റെ വൈസ് ചെയർമാനുമായി കർത്താവിൽ പ്രസിദ്ധനായ ഈ കാലഘട്ടങ്ങളിൽ ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിനായും ഉണർവിനായും ദൈവശക്തമായി ഉപയോഗിക്കുന്ന അനേക ലോക രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ പാസ്റ്റർ ആർ എബ്രഹാം അവറുകൾ ഇപ്പോൾ പ്രാരംഭമായി ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. I greet you all in the name of the Lord Jesus Christ this evening. ഈ സായം സന്ധ്യയിൽ നിങ്ങളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. And I greet all the servants of God who is on the platform today, starting from the chairman, Pastor Jacob John, Pastor Casey John, Pastor O.M. Rajaguti, and all the others who are here. I thank God for every one of them. ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പാസ്റ്റർ ജേക്കബ് ജോൺ, പാസ്റ്റർ കെ സി ജോൺ സാറ്, അതുപോലെ പാസ്റ്റർ O.M. രാജകുട്ടി അവർകൾ, മറ്റ് എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. It is such a joy to have Brother Sheldon Bangera with his team coming all the way from Mumbai and blessing us with the anointed worship ministry. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തമായ ഒരു ആരാധന ഇന്ന് രാത്രി നയിക്കുവാൻ ബ്രദർ ഷെൽഡൻ ബംഗേര അവർകൾ മുംബൈയിൽ നിന്ന് വന്നതിന് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. അതൊരു സന്തോഷമായി കാണും. And I just want to thank every one of you who is here inside this pandal tonight for braving the rain and coming and being with us. ഈ മഴയെ തരണം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന് ഈ പന്തലിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. And I wish that many other people would have done the same so that they could have also come and received God's blessings here tonight. ഒരു പക്ഷെങ്കിൽ മറ്റനേകരും ഇത് തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്ന് ഈ ഒരു അനുഗ്രഹം പ്രാപിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. I was sitting here and listening to the long list of God's servants and leaders, the names that Pastor Jacob John was reading when he was inaugurating this convention. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ വായിച്ചപ്പോൾ നീണ്ട പട്ടികയിൽ ആ ദൈവദാസന്മാരുടെ എല്ലാം പേരുകളും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. Maybe some of you may not know us, some of you may not know the background of these leaders, but I want you to know that the leaders who have connected themselves with this convention are people from various denominations and the heads of various organizations. ഒരു പക്ഷെങ്കിൽ ഇവിടെയുള്ള ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ അറിയത്തില്ലായിരിക്കാം, ഇവിടെയുള്ള ലീഡേഴ്സിനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, എങ്കിലും വിവിധ ബെന്തക്കോസ് സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് ചേർക്കുവാൻ ഇതിന്റെ പുറകിൽ ഇവർ അധ്വാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. We are gathered together here to declare that we would like to be united. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്ന് വിളംബരം ചെയ്യുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. And I hope that every one of us know unity is not that easy to find. അപ്പോൾ തന്നെ ഐക്യത എന്ന് പറയുന്നത് കണ്ടെത്തുവാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതും നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. How the Pentecostal movement has grown. എങ്ങനെയാണ് പെന്തക്കോസ്ത് സമൂഹം ഇവിടെ വളരുവാൻ ഇടയായത്? Not only in Kerala, കേരളത്തിൽ മാത്രമല്ല, right across the nation of India, ഭാരതത്തിൽ മുഴുവനായിട്ടും, right across the world, ലോകം മുഴുവനുമായിട്ട് we have got the born again, spirit filled, baptized believers worshiping our living God. വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരായ ദൈവമക്കളാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. Hallelujah. Amen. I think it is a great blessing for us to come together. നാം ഒരുമിച്ച് കടന്നു വരുന്നത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It is a great joy to have fellowship together. നാം ഒരുമിച്ച് ഒരു കൂട്ടായ്മ അനുഭവിക്കുന്നത് ഒരു സന്തോഷം തന്നെയാണ്. അതാണ് അവിടുത്തെ നാമം. That is the Jesus that I want to share with you for the next few minutes. അടുത്ത ചില മിനിറ്റുകൾ ആ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Jesus Christ of Nazareth. നസ്രയത്തുകാരനായ
യേശു ക്രിസ്തു. I want to touch on 4 things about his life. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ ഒന്ന് പരാമർശിക്കുവാൻ As ആഗ്രഹിക്കുന്നു. I promised, I will try to cut short my message to the minimum so that my friend can preach to you again. എൻ്റെ പൂർണ്ണകാലെ എൻ്റെ സ്നേഹിതന് തുറന്നും സംസാരിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കമായി വേഗത്തിൽ നിർത്താം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. I want to read from Luke chapter 4 verse 18, just verse 18 and 19. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരട്ടെ. The Spirit of the Lord is upon me because he has anointed me to preach the gospel to the poor. He has sent me to heal the brokenhearted, to proclaim liberty to the captives and recovery of sight to the blind, to set at liberty those who are oppressed, to proclaim the acceptable year of the Lord. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുവാൻ അവിടുത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. Jesus was reading the passage from Isaiah chapter 61. യെശയ്യാ പ്രവചനം 61 നിന്നുള്ള വേദഭാഗമായിരുന്നു കർത്താവ് വായിച്ചത്. He was reading it so loudly in the synagogue. ആ സിനഗോഗിൽ ഇരുന്ന ആ ജനത്തോടിനു വേണ്ടിയാണ് താൻ ഇത് വായിച്ചത്. And he was reading the portion that was talking about himself. തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്ന വേദഭാഗമായിരുന്നു കർത്താവ് അവിടെ വായിച്ചത്. He was telling the people, it's me who is going to do these things. ഇതെല്ലാം ചെയ്യുവാൻ പോകുന്നത് ഞാനാണ് എന്ന് താൻ ജനത്തോട് പറയുകയാണ്. Amen. Amen. Let me share with you tonight, who is this Jesus? ഈ യേശു ആരാണെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. Number 1, Jesus, the compassionate Christ. താന് അനുകമ്പയുള്ളവനായ ക്രിസ്തുവാണ്. A man who was full of compassion. അനുകമ്പ നിറഞ്ഞിരുന്ന ഒരു വ്യക്തി. If I had the time, I can continue on sharing about the instances where he was showing his compassion. യേശു ക്രിസ്തു അവിടുത്തെ അനുകമ്പ മനസ്സലിവ് കാണിച്ചതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പിന്നെയും പറയുവാൻ കഴിയും. Walking through the highway toward Jericho. യെരിഹോവിലേക്കുള്ള ആ വഴിയെ നടന്നു പോകുമ്പോൾ There was a blind man by name Bartimaeus. അവിടെ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ ഉണ്ടായിരുന്നു. When his own disciples tried to stop him. തന്റെ സ്വന്തം ശിഷ്യന്മാർ ബർത്തിമായെ തടയുവാൻ ശ്രമിച്ചപ്പോൾ When they said that Jesus hasn't got the time for you, beggar. നിനക്ക് വേണ്ടി യേശുവിന് സമയമില്ല എന്ന് അവനോട് പറയുവാൻ ശ്രമിച്ചപ്പോൾ He is too busy for you. നിന്റെ അടുക്കൽ വരുവാൻ വളരെ തിരക്കുള്ള കർത്താവാണ്, വരുവാൻ സമയമില്ല. Shut your mouth, don't scream anymore. നീ ബഹളം വെക്കാതെ നിന്റെ വായ അടച്ചു വെക്കുക. But my Bible says, എന്നാൽ എന്റെ വേദപുസ്തകം പറയുന്നു Jesus stood there. യേശു അവിടെ നിന്നു. And he turned around and he said, where is that man who is calling out for me? എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എനിക്ക് വേണ്ടി വിളിച്ച ആ മനുഷ്യൻ എവിടെ എന്ന് ചോദിച്ചു. Bring him to me. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. He looks at Bartimaeus and said, what should I do for you? എന്നിട്ട് ബർത്തിമായെ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? Your faith has made you well. നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു. He opened his eyes. അവന്റെ കണ്ണത് തുറന്നു. Jesus ordered for you to do. സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് കൽപ്പിക്കപ്പെടാതെ നിനക്ക് എന്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. I am keeping silent and putting my head down for only one reason. ഞാൻ എന്റെ തലയെ കുനിച്ചുകൊണ്ട് മൗനം പാലിക്കുന്നത് ഒരൊറ്റ കാരണത്തിനു വേണ്ടി മാത്രമാണ്. Because I'm thinking about the people in Tiruvalla. ഞാൻ തിരുവല്ലയിലുള്ള ജനത്തെ ഓർത്തുകൊണ്ടാണ് അങ്ങനെ I'm നിൽക്കുന്നത്. thinking about the women and men who are living in their sin. പാപത്തിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. I'm keeping quiet because I want them to be saved. ഞാൻ അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ മൗനം പാലിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Otherwise, I would have asked my father to send me about 12 legions of angels. വേണമെങ്കിൽ 12 ദൂത സൈന്യത്തെ വിടുവാനായിട്ട് എനിക്ക് എന്റെ പിതാവിനോട് ആവശ്യപ്പെടാമായിരുന്നു. Amen. Amen. One legion means 6,000 numbers. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000-ലധികം വരുന്ന സംഖ്യയാണ്. This is 12,000. 12 multiplied by 6,000, 72,000 angels. അങ്ങനെ 12,000 ഗുണം 6,000 6 വെച്ച് ഏതാണ്ട്
6000 വെച്ച് ഏതാണ്ട് 72,000 പേരുള്ള ഒരു സൈന്യം എനിക്ക് വിളിച്ചു വരുത്താം. One angel came and he destroyed 185,000 people. ഒരൊറ്റ ദൂതൻ വന്നിട്ട് 185,000 പേരെ നശിപ്പിക്കുവാനിടയായി. Imagine 72,000 angels. അങ്ങനെയെങ്കിൽ 72,000 ദൂതന്മാർ വന്നാൽ ഉള്ള അവസ്ഥയൊന്ന് ഓർത്തേ. He said there'll be nothing left in this world. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഒന്നും ശേഷിക്കില്ല. But Jesus says, എന്നാൽ യേശു പറഞ്ഞു, I'm keeping silence. ഞാൻ മൗനം പാലിക്കുകയാണ്. I will not call out to my Father. ഞാൻ എന്റെ പിതാവിനോട് വിളിച്ചു പറഞ്ഞു, Because I'm still a conqueror, Christ, because I have committed my life for the human being. മാനവരാശിക്ക് വേണ്ടി എന്റെ ജീവനെ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ എന്റെ പിതാവിനോട് ആവശ്യപ്പെടാതെ മൗനം പാലിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the last thing, and I wanted to finish. അവസാനത്തെ കാര്യം പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. Jesus, the coming Christ. മടങ്ങി വരുന്നവനായ യേശു ക്രിസ്തു. Hallelujah. ഹല്ലേലൂയ. Not only he was everything when he was in this world. Not only he was everything when he was ഈ ഭൂമിയിൽ താൻ ആയിരുന്നപ്പോൾ താൻ സകലവും ആയിരുന്നു എന്ന് മാത്രമല്ല, not only that he conquered hell and death, താൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചു എന്ന് മാത്രമല്ല, he came out with the power of resurrection. ഉയർപ്പിന്റെ ശക്തിയോടുകൂടെ താൻ പുറത്തു വന്നു. He revealed himself to his disciples. തന്റെ ശിഷ്യന്മാർക്ക് തന്നെ തന്നെ പ്രത്യക്ഷനായി. He told them that nothing can stop him. താൻ പറഞ്ഞു ഒന്നിനും എന്നെ തടയുവാൻ കഴിയില്ല. And he said to his disciples like this, തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, it's good that I'm going to go, ഞാൻ പോകുന്നത് നല്ലത്, but I will be with you. എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ I ഉണ്ടായിരിക്കും. give you the authority and the power for you in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള അതിനു വേണ്ട ശക്തി അധികാരം ഞാൻ കൈമാറും. Go and save this world. നിങ്ങൾ പുറപ്പെട്ട ഈ ലോകത്തെ രക്ഷിക്കുക. Just like I conquered the world, ഞാൻ ലോകത്തെ കീഴടക്കിയതുപോലെ I want you to conquer this world. നിങ്ങൾ ഈ ലോകത്തെ കീഴടക്കണം. Break the chains of sin from the people. ജനത്തിൽ നിന്ന് പാപത്തിന്റെ ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കുക. And he says, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, but I'm coming back again. ഞാൻ വീണ്ടും മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. What is the difference between other religions and Christianity? എന്താണ് ക്രിസ്തീയ മതവും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം? The other religions have got no hope in their lives. മറ്റു മതങ്ങളിൽ ഒരു പ്രത്യാശയും അവരുടെ ജീവിതത്തിലില്ല. But we have a hope. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. The hope of Christianity is the second coming of Jesus Christ. ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. My dear friend, whether you believe it or not, എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും my Jesus is coming back. എന്റെ യേശു മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. Every day we are looking forward to his coming. ആ മടങ്ങി വരവിന് വേണ്ടി ഓരോ ദിവസവും നാം നോക്കി പാർക്കുകയാണ്. This unity convention is preparing him to come back. ഈ ഐക്യ കൺവെൻഷൻ എന്ന് പറയുന്നത് യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. We gather together here because we want him to come back. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന് കാരണം നമ്മുടെ യേശു മടങ്ങി വരണം എന്നുള്ള ലക്ഷ്യത്തോടെ. You will know the early days when the people got together and prayed. As they were saying goodbye, they will talk to each other and they will say, Maranatha. ആദ്യ നാളുകളിലുള്ള വിശ്വാസികൾ അവർ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിച്ച് പിരിയുമ്പോൾ അവർ അന്യോന്യം പറയുന്ന ഒരു കാര്യമുണ്ട്, മാറാനാഥ എന്ന്. Right from the first century, ആ ഒന്നാം നൂറ്റാണ്ട് തൊട്ട് the hope in the heart of the apostles, എല്ലാ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിലെ പ്രത്യാശ, hope in the life of every believer, എല്ലാ വിശ്വാസിയുടെയും ഹൃദയത്തിലെ പ്രത്യാശ, there is Jesus is coming back. ഈ യേശു മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. Maranatha will happen. മാറാനാഥ എന്നത് സംഭവിക്കും. Our Jesus is coming back. നമ്മുടെ യേശു മടങ്ങി വരും. Nobody can stop you and me. ആർക്കും എന്നെയും നിങ്ങളെയും തടയുവാൻ പറ്റില്ല. No force can stand against Christians. ഒരു ശക്തിക്കും ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുവാൻ പറ്റില്ല. No government can stop the coming of the Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ഒരു ഗവൺമെന്റിനും തടയുവാൻ പറ്റില്ല. One day, soon and very soon, വേഗത്തിൽ അതിവേഗത്തിൽ there will be a trumpet sounding up in the air. ആകാശമണ്ഡലങ്ങളിൽ ഒരു കാഹളം ധ്വനിക്കും. And there'll be a noise of an archangel. അവിടെ നിന്ന് പ്രധാന ദൂതന്റെ ഒരു ശബ്ദമുണ്ടാകും. Right on the cloud, യേശു ക്രിസ്തു മധ്യാകാശത്ത് Jesus Christ will appear. യേശു ക്രിസ്തു അവിടെ പ്രത്യക്ഷനാകും. He's not coming to save anybody.
അവിടെ നിന്ന് വരുന്നത് ആരെയും രക്ഷിക്കുവാൻ വേണ്ടിയല്ല. He's not coming to die for anyone. ഇനിയും ആർക്കും വേണ്ടി മരിക്കുവാനല്ല വീണ്ടും വരുന്നത്. He's coming as the King of Kings and the Lord of Lords. രാജാധി രാജാവും കർത്താധി കർത്താവുമായിട്ടാണ് അവിടുന്ന് മടങ്ങി വരുന്നത്. He's coming as the judge of the whole world. ഈ ലോകത്തിന്റെ ന്യായാധിപതിയായിട്ടാണ് മടങ്ങി വരുന്നത്. And what is the good news? എന്താണ് ഈ സദ്വർത്തമാനം? He is coming just for you and just for me. ആ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ് മടങ്ങി വരുന്നത്. All our sufferings will be over. നമ്മുടെ കഷ്ടതകളെല്ലാം മാറും. All our tears will be over. നമ്മുടെ കണ്ണുനീരെല്ലാം മാറും. All our sickness will be over. നമ്മുടെ രോഗങ്ങളെല്ലാം തീരും. All the troubles will be over. നമ്മുടെ കഷ്ടതകളെല്ലാം തീരും. And you and I will rise up from this place and we go and meet to be with Jesus up in the air. ഈ ഇടത്തു നിന്ന് ഞാനും നിങ്ങളും ഒരുമിച്ച് ഉയർന്ന് മധ്യാകാശത്തിൽ വെച്ച കർത്താവിനെ എതിരേൽക്കുവാനായി നാം ഉയർത്ത പോകും. Hallelujah. ഹല്ലേലൂയ. My dear friends, I'm finishing my words. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. Jesus Christ, the compassionate Christ, മനസ്സലിവുള്ള യേശു ക്രിസ്തു, the crucified Jesus, ക്രൂശിക്കപ്പെട്ടവനായ യേശു and ക്രിസ്തു, the conquering Christ, കീഴടക്കിയ ജയാളിയായ യേശു, and above all, the soon coming Jesus Christ. അതിലെല്ലാം ഉപരിയായി വീണ്ടും വരുന്നവനായ യേശു. Prepare yourself to meet your Jesus. നിങ്ങളുടെ രക്ഷിതാവിനെ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. Everything else will fall apart, എല്ലാം മാറിപ്പോകും, but Jesus will come back. എന്നാൽ യേശു മടങ്ങി വരും. Amen. ആമേൻ. One day we'll be saying, hey, in that meeting in Tiruvalla, we were talking about this day, and now I'm going up because he's waiting for me. ഒരു ദിവസം നാം പറയും, അയ്യോ ഒരു ദിവസം നാം തിരുവല്ലയിൽ വെച്ച് ഈ ദിവസത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നാം ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. Live for Jesus Christ. യേശുവിന് വേണ്ടി ജീവിക്കുക. Love the Lord with all your heart. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. Let us be a true children of God in our lives. നമ്മൾ യഥാർത്ഥ ദൈവ മക്കളായിട്ട് ജീവിക്കാം. May the Lord bless each and every one of us. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Don't forget, this meeting is for 7 days. മറക്കരുത്, ഈ മീറ്റിംഗ് 7 ദിവസത്തേക്കുള്ളതാണ്. Go and tell everybody, this is an amazing meeting. Come and receive God's blessing. നിങ്ങൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ നിങ്ങൾ ചെന്ന് പറയുക, വളരെ അത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ്, വന്ന് പങ്കെടുക്കാൻ പറ. God's power is being manifested. ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. And I promise you, this meeting will change your life and you will never be the same again. നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുമെന്നും നിങ്ങൾ ഒരിക്കലും ഇനി പഴയതുപോലെ ആയിരിക്കില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. May God bless you all. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Everybody
രക്ഷിടും. നീയൻ വരുമേ, നീയൻ വരുമേ, രാജാധിരാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. നീയൻ വരുമേ, നീയൻ വരുമേ, രാജാധിരാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. ലോകവും അതിമോഹവും ഒഴിഞ്ഞു വേഗം പോയിടും. ലോകവും അതിമോഹവും ഒഴിഞ്ഞു വേഗം പോയിടും. നിത്യമായൊരു വാസസ്ഥലം സ്വർഗരാജ്യേ ഒരുങ്ങുമവൻ. നിത്യമായൊരു വാസസ്ഥലം സ്വർഗരാജ്യേ ഒരുങ്ങുമവൻ. നീയൻ വരുമേ, നീയൻ വരുമേ, രാജാധിരാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. നീയൻ വരുമേ, നീയൻ വരുമേ, രാജാധിരാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ.
പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പെന്തക്കോസ് ഐക്യ കൺവെൻഷൻ്റെ ആദ്യത്തെ രാത്രിയിൽ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് നൽകി തന്ന ഭാഗ്യപദവികൾക്കായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിന് അകത്ത് ദർശനം കൊടുത്ത പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ അകത്ത് കൊടുത്ത വലിയ ദർശനമാണല്ലോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ കർത്താവ് സഹായിച്ചത്. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ചർച്ചക്കോടിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന അനുഗ്രഹീത അഭിഷക്തൻ, എനിക്ക് മുമ്പായിട്ട് ശുശ്രൂഷിച്ച അഭിഷക്തന്മാർ, ഇതിൻ്റെ എല്ലാ നല്ല സംഘാടകർ എല്ലാവർക്കുമായി ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം രാത്രിയിൽ സമയങ്ങൾ മുമ്പോട്ട് പോയതുകൊണ്ട് പേരെടുത്ത് പറയാനാണെങ്കിൽ അതിന് എനിക്ക് സമയമുള്ളൂ. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വലിയവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കാരണം ഇത്ര അഭിഷക്തന്മാർ, വിവിധ സംഘടനകളുടെ അഭിഷക്തന്മാരും ദൈവജനവും തിരുവല്ലയിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഇത് തന്നെ ഉണർവിൻ്റെ ഒരു തുടക്കമാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭാരത ദൈവസഭ കാത്തിരുന്ന റിവൈവൽ 2024 അത് ആരംഭിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുന്നവർ പോരാ, ശക്തമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. 2024 ഭാരത ദൈവസഭ ദീർഘ വർഷങ്ങളായി കാത്തിരുന്ന റിവൈവൽ അത് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, റിവൈവൽ ഇന്ന് രാത്രി മുതൽ തിരുവല്ല സ്റ്റേഡിയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആരംഭിച്ചിരിക്കുകയാണ്. ചിലർക്ക് മനസ്സിലാകുന്നില്ല. തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ചേർത്തടിച്ച് ആ നാവുകളെ തുറന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. വലിയവനായ ദൈവത്തിന്റെ വലിയ മഹത്വം തിരുവല്ല മുഴുവൻ, ഈ സ്റ്റേഡിയം മാത്രമല്ല, ഞാൻ തിരിച്ചറിയുന്നു ഈ തിരുവല്ല മുഴുവൻ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ദൂതന്മാരുടെ നടുവിൽ ഈ തിരുവല്ല മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണ്. സാധാരണമേറിയ റിവൈവലിന്റെ ആയുധങ്ങളെ ദൈവാത്മാവ് ഇതിന്റെ അകത്ത് നിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുവാനിടയാകും. ഹല്ലേലൂയ. 2018 രാത്രിയുടെ യാമങ്ങളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് ഇങ്ങനെ നടന്നേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 2:30-3 മണിയായ സമയത്ത് ഏകദേശം ആ ഭാഗത്ത് ഞാൻ നിന്ന് ഒറ്റയ്ക്ക് പ്രസംഗിക്കുക. ഞാൻ ഈ സ്റ്റേഡിയം മുഴുവൻ ജനത്തെ കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഒരു വെളുപ്പിന് 3:30 ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. അന്നത്തെ എൻ്റെ പ്രസംഗം കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കൂടെ ഞങ്ങൾ CVP താമസിക്കുന്ന അവിടെ താഴത്തെ ഒരു നായുണ്ട്, അതെൻ്റെ കൂടെ നടന്നു വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് പല പ്രാവശ്യം റൗണ്ട് ചെയ്തു. എന്നിട്ടൊരു വെളുപ്പിന് 3:30 അവിടെ നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് വെളുപ്പിന് ഏകദേശം ഒരു 7 മണിയായി ഞാൻ തിരിച്ച് ഫ്ലാറ്റിൽ കയറിയപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു. ഈ സമയത്ത് ദൈവാത്മാവെന്നോട് അകത്ത് പറയുക, പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകളെ പോയി കാണണം. എനിക്ക് ആ ദൈവമനുഷ്യനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ബന്ധമില്ല, ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ഞാൻ തപ്പിപ്പിടിച്ച് വീട്ടിൽ ചെന്നു. എനിക്കൊന്നും മനസ്സിലായി. ഉണർവ് വഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ ഒരുമിപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ വേദി എനിക്ക് വേണ്ടി നിയോഗിച്ചതാണെന്ന് ഞാനും തിരിച്ചറിയുന്നു. 2018 രാത്രിയുടെ യാമങ്ങളിൽ പട്ടണം കിടന്നുറങ്ങുമ്പോൾ, സഭകളും സംഘടനകളും ഉറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ റൗണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം അന്ന് കുറിച്ചു വച്ചതാണ്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സ്നേഹിത, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തരെ വെളിപ്പെടാനുള്ള ഉണർവിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? അവരിന്ന് രാത്രി കരവും ശബ്ദവും ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ
എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആമേ, ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ കോൺഫറൻസ്, പെന്തക്കോസ്ത ഐക്യ കോൺഫറൻസ്, ഇത് തിരുവല്ലയും കൊണ്ട് തീരത്തില്ല. ഇത് രാജ്യങ്ങളായി, ആമേ, നോർത്ത് ഇന്ത്യകളായി, അനേക പട്ടണങ്ങളിലായി ഇത് കത്തി പടരാൻ പോകുകയാണ്. ശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആമേ, രാജ്യത്തെ കത്തിക്കുന്ന, അറബി രാജ്യങ്ങളെ കത്തിക്കുന്ന, യൂറോപ്യൻ രാജ്യങ്ങളെ കത്തിക്കുന്ന, ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവർത്തിക്ക് വേണ്ടി, ആമേ, ഈ 8 ദിവസം ഈ മീറ്റിംഗ് തിരുവല്ലയിൽ നിന്ന് കഴിയുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഒരു സൈന്യത്തെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഓഹോ, Shabakatalabakatalaba, Rikabakatalabakatalaba, 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 Rikabakatalabakatalaba. എന്നോട് ആത്മാവ് പറയുന്നു, ഇവിടുന്ന് ഒരു തീ, ആമേ, നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകും. ആമേ, തിരുവല്ലയിൽ അസാധാരണമേറിയ ഒരു തീ നോർത്ത് ഇന്ത്യകളെ ഉണർത്തുവാൻ, ഭാരതത്തെ ഉണർത്തുവാൻ, ഭാരത ദൈവസഭയെ കത്തിക്കുവാൻ ദൈവാത്മാവിന്റെ ഒരു തീ, ആമേ, ഇവിടുന്ന് കടന്നു പോകാൻ പോകുകയാണ്. അതിന്റെ ആയുധങ്ങളെ ദൈവാത്മാവ് ഈ രാത്രികളിൽ, ഈ 7 ദിവസം ഇതിന്റെ അകത്തുനിന്ന് വരുന്ന 7 ദിവസം ദൈവാത്മാവ് ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഹേരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും കൂടെ പിടിച്ചു. ആമീൻ. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ. എല്ലാവരെയും വേണ്ട, ചിലരെ മതി. ആരാണ് ഈ ചിലർ? പ്രാർത്ഥിക്കുന്ന ചിലർ, ഉണർവ് വഹിക്കുന്ന ചിലർ, ദർശനം കൊണ്ട് നടക്കുന്ന ചിലർ, അഭിഷേകമുള്ള ചിലർ, ഉപവസിക്കുന്ന ചിലർ, ആമേ, ഉണർവകത്ത് വഹിക്കുന്ന ചിലർ, ആമേ, ഉണർവ് വഹിക്കുന്ന അഭിഷക്തന്മാരെ, ഉണർവ് വഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ആമേ, എതിരെ അധികാരികൾ എഴുന്നേൽക്കോ, എതിരെ മതങ്ങൾ എഴുന്നേൽക്കോ, എതിരെ മത നേതാക്കന്മാർ എഴുന്നേൽക്കോ. ഇന്നലകളിലും എഴുന്നേറ്റിട്ടുണ്ട്, ആമേ, പക്ഷേ ആമേ, ഇതിനെ തുടച്ചു മാറ്റാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കുവാൻ, ആമീൻ, എല്ലാവരെയും പിശാചിന് വേണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ വന്നാൽ എല്ലാവരോടും പോരാട്ടം കാണത്തില്ല. ലഭിക്കുന്നതെല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവിട്ട് സ്വന്തം രാജ്യം കെട്ടിപ്പൊക്കുന്നവരോടൊന്നും പോരാട്ടം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കാണത്തില്ല. മറിച്ച് ലഭിക്കുന്നതെല്ലാം കർത്താവിൻ്റെ വയലിൽ ചെലവിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പിശാചിനറിയാം, നിന്നിൽ കൂടി ഒരു ഉണർവുണ്ടാകോ, നിന്നിൽ കൂടി സഭ പുറത്തു വരോ, ദൈവരാജ്യം പുറത്തു വരോ, ദൈവരാജ്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ടിരിക്കുന്ന ദർശനം പ്രാപിച്ച അഭിഷക്തന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ, ആമേ, അവർക്ക് നേരെ ശത്രു തന്റെ പദ്ധതികൾ കരുക്കൾ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി തിരുവല്ലയിൽ നിന്ന് ചിലതിനെ ആത്മമണ്ഡലത്തിൽ നിന്ന്, ആമേ, മാറ്റുന്ന ഈ പൈശാചിക മേഖലകളെ, ഇവിടെ ഭരിക്കുന്ന ചില മേഖലകളെ ആത്മശക്തി ഇറക്കി ഇന്ന് രാത്രി ഒരു യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാ. സഭകൾ എഴുന്നേൽക്കാൻ പോകുകയോ. പിതാവാം ദൈവത്തിന്റെ സ്വപ്നമാണ്, ആമേ, ആ സഭയെ തകർക്കാൻ ഏത് ഹേരോദാവ് എഴുന്നേറ്റാലും, ഏത് മതങ്ങൾ എഴുന്നേറ്റാലും, ഏത് അധികാരികൾ എഴുന്നേറ്റാലും ഇന്ന് രാത്രി തിരുവല്ല ഞാൻ നിന്ന് വിളിച്ചു പറയുന്നു, ഒരു ശക്തിക്കും കഴിയത്തില്ല
ഇതിനു മുമ്പേ പലരും എഴുന്നേറ്റു, അവരെല്ലാം തകർന്നു പോയതല്ലാതെ ഇതുവരെ ദൈവസഭയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് രാത്രി ദൈവസഭയെ പണിയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ ലീഡർഷിപ്പിന്റെ വെറും ലീഡർഷിപ്പ് അല്ല, പ്രാർത്ഥനയുള്ള, ദർശനമുള്ള, അഭിഷേകമുള്ള ലീഡർഷിപ്പിന്റെ തലയാണ് എപ്പോഴും പൈശാചിക മേഖലകൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേര് ആത്മാവി തിരിച്ചറിയുന്നു? ആമേ, ഒരു പെങ്കൊച്ച് ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോൾ ആമേ രാജാവ് ചോദിച്ചു, നീ ചോദിക്കുന്നത് ഞാൻ നിനക്ക് തരാം, രാജ്യത്തിന്റെ പകുതി വേണേലും തരാമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതല്ല, യോഹന്നാൻ സ്നാപകന്റെ തലമതി എന്നാ പറഞ്ഞത്. രാജ്യത്തിനേക്കാണി വലുതാ ആമേ ഒരു അഭിഷക്തന്റെ തലയെന്ന് പറയുന്നത്. ഒരു വേറിട്ട ശബ്ദവുമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. ആമേ, അടുത്തത് ആമേ ഇസബല്യ ശക്തി വിളിച്ചു പറഞ്ഞത് ഏലിയാവിന്റെ തല വേണമെന്ന. ആമേ, പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള അഭിഷക്തന്മാരുടെ തലയ്ക്ക് നേരെ ഉണർവിന് വേണ്ടി നിൽക്കുന്നതിന് നേരെ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മേഖലകളെ ഇന്ന് രാത്രി അഭിഷക്തന്മാർ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം ചേർന്ന് ആമേ ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ആമേ ചിലതിന്റെ തലയെ പൈശാചിക മേഖലകളെ ആമേ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന അഭിഷക്തന്മാർക്ക് നേരെ എഴുന്നേൽക്കുന്ന ചിലതിന്റെ തലയെ തകർക്കുന്ന അഭിഷേകം. ഓ ദൂതൻ പത്രോസിനോട് പറയാ, എഴുന്നേൽക്ക്, ചെരുപ്പിട്, അരമുറുക്ക്, നിന്റെ പുതപ്പെടുക്ക, എന്റെ പിന്നാലെ വരിക. ആമേ, ഒന്നാമത്തെ വാതിൽ തുറന്നു, രണ്ടാമത്തെ വാതിൽ തുറന്നു, മൂന്നാമത്തെ വാതിൽ സ്വയമേ തുറന്നു. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാര്, നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാൻ പോകുകയാ. മിനിസ്ട്രിക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുകയാ. ചിലരുടെ യാത്രയ്ക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുകയാ. ആത്മാക്കളെ നേടേണ്ടതിന്, പട്ടണങ്ങളെ പിടിക്കേണ്ടതിന്, രാജ്യങ്ങൾ യാത്ര ചെയ്ത് യേശുവിനെ പ്രസംഗിക്കേണ്ടതിന്, പട്ടണങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും സാധാരണ റിവൈവൽ ഉണ്ടാകുവാൻ, കൂട്ടക്കണക്കിന് ജനത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ, സ്നാനത്തിലേക്ക് നടത്തുവാൻ, നിത്യതയുടെ അവകാശികളാക്കി മാറ്റുവാൻ ഇന്ന് രാത്രിയിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാ. ഒരു ദൈവശക്തി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. Praise the Lord. എത്ര പേര് വിശ്വസിക്കുന്നു ഇവിടെ? ഹല്ലേലൂയ. ലോകത്തെ തിരിച്ചു നമ്മെ നായകൻ കൈവിടുമോ? നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേൽക്കുക, പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേൽക്കുക, പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുത